പെട്ടെന്ന് ഞാൻ പോട്ടെ. ആ എന്താ ഹലോ ഗൈസ്, ഞാൻ നേരെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. കാരണം രോഹിത്ത് വണ്ടി ഇടിച്ചിട്ട് ആക്സിഡൻ്റായി. അപ്പോൾ അതിന് പോവുകയാണ്. പെട്ടെന്ന് ഞാൻ പോട്ടെ. രോഹിത്തിൻ്റെ ഹോസ്പിറ്റലിലുണ്ട്. ഒരു ഡോക്ടറാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോകണേക്ക്. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ. വണ്ടി ഫുള്ള് മരത്തിൽ കുടുങ്ങിയാലോ. അങ്ങനെ കുറേ പോയിട്ട് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നേരെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി നോക്കുക. അവിടെ രോഹിത്ത് ഉണ്ടാവും നോക്കട്ടെ. ICUലാണെന്നാണ് തോന്നുന്നത്. ഹലോ ഡോക്ടറെ, രോഹിത്തിനിപ്പോൾ എന്താ ഉണ്ടായത്? അത് രോഹിത്തിനിപ്പോൾ ഒന്ന് ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ നൈസായിട്ട് തല ഇറങ്ങി വീണിട്ടുണ്ട്. എന്താ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളിപ്പോൾ ICUലാണ് ഓനെ കൊണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ കുറേ നോക്കുന്നുണ്ട് രക്ഷിക്കാൻ. ഞങ്ങൾക്ക് അറിയില്ല. സാറേ ഇപ്പോൾ രോഹിത്തിൻ്റെ അതെന്തായി? രോഹിത്തിൻ്റെ ഫ്രണ്ടല്ലേ നിങ്ങൾ രോഹിത്ത് പോയി. രോഹിത്ത് ലോകത്തുനിന്ന് പോയി. രോഹിത്ത് പോയിന്നാ? എങ്ങണ്ടാ പോയത്? എടാ പൊട്ട, മരിച്ചു പോയി രോഹിത്ത്. രോഹിത്ത് രോഹിത്ത് ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു രോഹിത്ത്. എനിക്ക് എപ്പോഴും ഞാൻ ഇപ്പം എന്ത് ചോദിച്ചാലേ ചെയ്ത് രോഹിത്ത് തന്നെ. ഞാനിപ്പോൾ ഈ വണ്ടി മോഡിഫൈ ചെയ്ത രോഹിത്ത് കാരണം. ഞാൻ ഇങ്ങനെ എത്താൻ തന്നെ കാരണം രോഹിത്താണ്. ഒരു സാധാ സൈക്കിളിൽ നിന്ന് രോഹിത്തിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ അത് രോഹിത്തിന് മാത്രമേ പറ്റുള്ളൂ. ഈ സൂപ്പർ വരയ്ക്ക് എത്തണമെങ്കിൽ എന്താ ഇടങ്ങേറാണ് ഇപ്പം അത്. അയ്യോ ബ്രേക്ക്, അയ്യോ എന്തപ്പം ഉണ്ടായ? തല ഫുള്ളും എന്തോ വാനിക്കണേ. ഹലോ സാറേ സോറി. അയ്യോ ഇന്നെന്തിനാടാ അടിച്ചത്? അയ്യോ സോറി ഞാൻ അറിയാതെ അടിച്ചതാ. ഞാൻ സാറിനെ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ആ സാറങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സാറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇങ്ങോട്ട് വണ്ടിക്ക് വെച്ചിട്ടുണ്ട്. സാറ് ഞാൻ പെട്ടെന്ന് നോട്ടെ. അല്ല സാറിൻ്റെ പേരെന്താ സാറേ? എൻ്റെ പേര് രോഹിത്ത് എന്നാണ്. രോഹിത്തിൻ്റെ വീടവിടെ? എൻ്റെ വീട് ഇവിടെ തന്നെ. ആ മഞ്ഞ വീടുണ്ട് വില്ലേജിൽ, ആ വീടാണ് എൻ്റെ വീട്. ഈ വീടല്ലേ? ഞാൻ അപ്പോൾ അവിടെ നിർത്തി തരേ. പിന്നെ കുറച്ച് നേരമായി ഞാൻ പിന്നെ ഇവിടുന്ന് വന്ന്. പിന്നെ രോഹിത്തിക്ക് ഒരു സൈക്കിൾ ഓടിക്കാൻ തന്ന്. പിന്നെ ഞാൻ ഓനോട് പറഞ്ഞ് എന്നിട്ട് ഓൻ്റെ നമ്പറും മേടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് റെഡ് സൈക്കിളും തന്നിട്ടുണ്ട്. ഈ സൈക്കിളോണ്ട് എനിക്ക് കുറേ സ്ഥലത്തേക്ക് പോവാം. ഇത് അത്യാവശ്യം നല്ല സ്പീഡുള്ള സൈക്കിളാണ്. പക്ഷെ ഓന് ഇനി ആരോ വിളിക്കണ്ടല്ലോ. ബ്രേക്ക്. ഹലോ രോഹിത്ത് വിളിക്കണേ. രോഹിത്ത് എൻ്റെ ഇപ്പോൾ എന്താ ഈ സംഭവം? കണക്ക് പിന്നെ ചെയ്യാൻ വന്നാ? കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ആക്സിഡൻ്റ് എടുത്ത് തല ഇറങ്ങി വീണതാണ്. ഞാൻ ഇപ്പോൾ വില്ലേജിലുണ്ട്. എവിടെ ഇപ്പോൾ നമുക്ക് ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്? ഞാൻ വില്ലേജിൽ തന്നെ. ഞാൻ എന്നാൽ പെട്ടെന്ന് വീട്ടിലേക്ക് വരാം. രോഹിത്ത് വന്നപ്പോൾ വീട്ടിലുണ്ടെന്ന് പറയും. ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് ഒട്ടങ്ങി. ഞാനെൻ്റെ വീട്ടിൽ രോഹിത്ത് അനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് തല എന്തോ പോലെ ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. തല ഇറങ്ങി വീണിട്ടേ. തല ഇറങ്ങി വീണതല്ലേ? ഞാൻ ഫുള്ളും പേടിച്ച്. പോയി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ഞാൻ ഫുള്ളും പേടിച്ചപ്പോൾ.
ആടാ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നില്ലേ, ഇനി ഈ പോയിക്കോ ഈ വീട്ടിലേക്ക്, നമുക്ക് വേറെ ദിവസം കാണാം. ആടാ എന്നാ വേറെ ദിവസം കാണാം. എന്നാ ബൈട്ടാ. എന്നാ ശരി. ഞാൻ ശരിക്കും പേടിച്ച് ഓൻ മരിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ. ഓ ഇപ്പോൾ ഭാഗ്യമുണ്ട് ആള് വടിയായിട്ടില്ല. വണ്ടിക്ക് ബ്രേക്കില്ല. അയ്യോ ഇപ്പോൾ ഇടിച്ചിരുന്ന്. അയ്യോ